ഗുഡ് ഈവനിങ്, വെൽക്കം, സ്വാഗതം, വണക്കം. ലോകമെമ്പാടുമുള്ള സി കേരളത്തിന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. This is Boing. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ തകർക്കാൻ വേണ്ടി തകർക്കുന്നതിന് മുന്നേ നമുക്ക് ജീവിതത്തിൽ എന്ത് കാര്യം തകർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. ചുറ്റിക കിട്ടിയാലും നമുക്ക് പൊളിക്കാം. പക്ഷെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്താണ്, അത് പൊളിയും എന്നുള്ള ഒരു കോൺഫിഡന്റ് ആയിരിക്കണം. നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാൽ അത് നടക്കത്തുള്ളൂ. ആദ്യത്തെ എപ്പിസോഡ് ചെയ്യുന്ന സമയത്ത് സൂരജ് തന്നെ പറഞ്ഞു, ആദ്യമായിട്ടാണ് ക്യാമറയുടെ മുന്നിൽ വരുന്നത്. എന്തായിരുന്നു സൂരജിന്റെ ഒരു കോൺഫിഡൻസ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. അതായത് ക്യാമറ എവിടെയാണെന്ന് നോക്കാൻ തന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം മുമ്പിൽ നിന്ന് കുറെ പേര് ഇങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫീൽഡ് അങ്ങോട്ട് നോക്കുമ്പോഴേ ആകെ പാടൊരു ചടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൂളിംഗ് ക്ലാസ്. ഇത്രയും ദിവസം കഴിഞ്ഞു, ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞു, ഇപ്പൊ നിന്റെ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഒരു അപാര കോൺഫിഡൻസ്. ഇപ്പൊ ഞാൻ ആ ക്യാമറയിൽ നോക്കും, ഈ ക്യാമറ നോക്കും, ഈ ക്യാമറ എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ചെയ്യും, സുകുമാരനായിട്ട് മാറും. അതായത് ഇപ്പൊ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഷോയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അഭിനയത്തിലാണെങ്കിലും നമ്മൾ നമുക്ക് നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ നന്നായിട്ട് മേക്കപ്പ് ചെയ്യും, നമ്മൾ നല്ല പ്രസന്റബിൾ ആയിരിക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണാടി നോക്കുമ്പോൾ തന്നെ അറിയാം, എനിക്കിന്ന് ഓക്കെയാണ്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു കോൺഫിഡൻസ് നമുക്ക് തീർച്ചയായിട്ടും വലിയൊരു ഊർജ്ജമാണ്. പക്ഷേ ബോയിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെല്ലാം മാറ്റിമറിച്ചിട്ടുള്ള ഒരു കോൺഫിഡൻസിന്റെ കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ കണ്ടസ്റ്റൻസിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു പെൺകുട്ടികൾക്ക് സാധാരണ ബ്യൂട്ടി കോൺഷ്യസ് ആണ്, നല്ല ഡ്രസ്സ് ഇടണം. ഈ ഒരു ഷോയിൽ വരുമ്പോൾ ഇതെല്ലാവരും മാറ്റി നിർത്തിക്കണം. മേക്കപ്പിന്റെ കാര്യം ശ്രദ്ധിക്കില്ല, അവരുടെ ഡ്രസ്സ് ഇപ്പം സാധാരണ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര അക്സസറീസ് ഒക്കെ പതക്കമൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ അവരൊരു എന്താ പറയുക, സ്പോർട്ടി ഡ്രസ്സൊക്കെ ഇട്ട്, ഒരു ജേഴ്സി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പൊതുവെ ഒരു ടി വി ഷോയ്ക്ക് പോകാന്ന് പറയുമ്പോൾ തന്നെ കല്യാണത്തിന് പോകുന്ന പോലെയാണ് പെൺകുട്ടികൾ വരാറ്. അപ്പൊ ഇവിടെ വരുന്ന പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരുടെ വാശി എന്ന് വെച്ചാൽ മത്സരത്തിൽ പങ്കെടുക്കുക, ജയിക്കുക. അവിടെ മേക്കപ്പ് ഒരു കാര്യമല്ല, ഡ്രസ്സ് ഒരു കാര്യമല്ല, അക്സസറീസ് ഒരു കാര്യമല്ല. അപ്പൊ ലുക്സ് എന്ന് പറയുന്ന സാധനം ഇത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ലുക്സിലല്ല കോൺഫിഡൻസ്, നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. അതുപോലെ ആ ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള കുറെ ചുടക്കുട്ടികൾ ഇന്നും അതുപോലെ എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ദ സ്മാർട്ട് ആൻഡ് എനർജൈസിംഗ് ഗേൾസ് ഫ്രം ടീം എ ആൻഡ് ടീം ബി. അല്ല, ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ടീമിലെ ഇപ്പൊ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല സുന്ദരിമാരായിട്ടുള്ള ആൾക്കാരാണ് രണ്ട് ടീമിലും വന്നിട്ട്. അതാണ് പറയുന്നത്, ടീം എക്ക് പൊന്നുംകൂടത്തിന് എന്തിനാ പൊട്ട്. അതന്നെ ഇവന് ഏതിനാണ് ഈ പൊന്നുംകുടം ഉദ്ദേശിച്ചത്? പൊന്നുംകുടം എന്നുള്ള വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ആളെന്ന് കൈവക്കിയേ. നിങ്ങൾ തയ്യാറല്ലേ? നിങ്ങൾ പൊന്നുംകുടല്ലേ? പൊന്നുംകുടല്ലേ, നമ്മൾ തങ്കക്കുടങ്ങളാണ്. ടീം എയിൽ നിന്ന് ആദ്യത്തെ പൊന്നുംകുടത്തിനെ പരിചയപ്പെടുകയാണ്. സൂര്യ. ഞാൻ പഠിക്കുന്നു. എന്താ പഠിക്കണേ? ഡിഗ്രി എന്തിനാ പഠിക്കണേ? ചുമ്മാ. സൂര്യയോട് ഞാൻ ആദ്യം ചോദിച്ചു എന്താ പേര്. അത് എന്റെ പേര് തമിഴ് നടൻ സൂര്യ ഓർത്താൽ മതി. അപ്പൊ എനിക്കത് മനസ്സിലായി, സൂര്യ. അപ്പൊ എപ്പോഴും ഈ സൂര്യ ഓർത്തിട്ടാണ് ഇരിക്കുന്നേ. സൂര്യയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട തമിഴ് നടൻ? അല്ലല്ല, വിജയ്. ഓക്കെ, പിന്നെ എന്തിനു സൂര്യ എന്ന് പേരിട്ടു? പിന്നെ വിജയാന്ന് പേരിട്ടോ. അമ്മ അച്ഛനും അറിയില്ലല്ലോ നമ്മുടെ മനസ്സ്. അമ്മ അച്ഛനും കൂടെ ഒരുമിച്ച് പേരിട്ടോ? അറിയത്തില്ല, അന്ന് എനിക്ക് അറിവില്ലായിരുന്നു. ചോദിക്കാറില്ലേ? ഒരുമിച്ചിടാൻ പറ്റില്ലല്ലോ. വലുതാകുന്ന സമയത്ത് പേര് മാറ്റാലോ, ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്താൽ. നാളെ സൂര്യക്ക് ഒരു കുഞ്ഞുണ്ടായാലും എന്ത് പേരാണ് ഇടുന്നത്? ചന്ദ്രൻ. ചന്ദ്രൻ എന്നുള്ള പേരൊക്കെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ആളാണ്. പെൺകുട്ടിയാണ് ചന്ദ്രിക. അപ്പൊ എന്തായാലും കുഞ്ഞുങ്ങളുടെ പേരൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ രണ്ടാമത്തെ കുട്ടിക്ക് എന്താ പേരിടാ? ഇല്ല, നിർത്തി. അല്ല, ഞാൻ ചോദിക്കട്ടെ, രണ്ട് കുഞ്ഞുങ്ങൾക്ക് പേര് കണ്ടുപിടിച്ചു, കുഞ്ഞിന്റെ അച്ഛനെ കണ്ടുപിടിച്ചോ? ഇല്ല. അച്ഛൻ എന്നൊക്കെ പേരിന് സജഷൻ ഉണ്ടോ? അച്ഛനെ കണ്ടുപിടിക്കുന്ന പേര് കുഞ്ഞുങ്ങൾക്ക് കണ്ടുപിടിച്ചു. നല്ലൊരു കുട്ടി. ഓക്കെ, എന്ത് ചെയ്യുന്നു സൂര്യ? ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്. ഡിഗ്രി കഴിഞ്ഞു. എവിടുന്നാ വരുന്നേ? ആലപ്പുഴ. SN കോളേജ്. അല്ല, SN കോളേജ് ചെങ്ങന്നൂർ. ആലപ്പുഴ. ഞാൻ ചെങ്ങന്നൂരാണ്. അടുത്ത ആളുടെ പേര് ഞാൻ ഇവിടെ പറയുന്നതിന് അയാൾ എന്റെ പേര് പെട്ടെന്ന് പറയും. ആ കുട്ടിയുടെ വെപ്രാളം കണ്ടിട്ട് ആ പേര് പറയാൻ എനിക്ക് തോന്നുകയാണ്. ആ കുട്ടിയുടെ പേരാണ് ദീപ്തി. ദീപ്തി, സ്വാഗതം. ദീപ്തി IPS ആണോ? IPS അല്ല, ആയിട്ടില്ല. ആഗ്രഹമുണ്ട്. എന്താ പഠിക്കണേ? ഞാൻ MSc ബയോടെക്നോളജി കംപ്ലീറ്റ് ചെയ്തു. ദീപ്തി എവിടുന്നാ വരുന്നേ? ഞാൻ പാല. യക്ഷിയല്ല. ഈ പാലയിലെ ആൾക്കാർക്ക് ഭയങ്കര മിടിക്കുകയാണ്. റിമീടോമിയെ കുറിച്ച് നമുക്ക് പറഞ്ഞ റിമീടോമി അതുപോലെയാണോ? അങ്ങനെ വേണമെങ്കിലും വിചാരിക്കാം. പാലായിലുള്ളവര് പാല് പോലെയാണെന്ന് പറയാറുണ്ട്. ആരാ പറയുന്നത് അങ്ങനെ? പാലായിലുള്ളവർക്ക് പാലാണ് റബ്ബർ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പാലായിൽ റബ്ബർ കൂടുതലാണല്ലേ? റബ്ബർ മാത്രമേ ഉള്ളൂ. വീട്ടിലുണ്ടോ? എത്ര ഏക്കർ റബ്ബർ? ഏക്കറൊന്നും ഇല്ല, ഞങ്ങൾ പാവങ്ങളാണ്. ഇല്ല, എന്നാലും ഇല്ല, കുറവാ. ദീപ്തി, ഫ്യൂച്ചറിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ എത്ര സ്ത്രീധനം കൊടുക്കും? സ്ത്രീധനോ? ഞാൻ തന്നെ ഒരു ധനമാണല്ലോ, പൈസയായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ തന്നെ ഒന്ന് ചുമന്നാ മതി. ഇതിനെല്ലാം പുറമെ എന്താണ് പാട്ടോ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റീസ്? പാട്ട് പാടും, പക്ഷെ എനിക്ക് മെയിൻ പ്രശ്നം ലിറിക്സ് അറിയത്തില്ല. അറിയാവുന്ന ലിറിക്സ് വെച്ചിട്ട് തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്താ ഊഞ്ഞാലിടാം പാടിക്കോ. അത് എനിക്ക് പാടാൻ പറ്റും. അറിയാവുന്ന ഒരു പാട്ട് 4 വരി. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ വഴിമറന്നു പോയോ,
ഒരു കൂട്ടു തേടിയൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ ഒരു കഥയാ അവളകലേ അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി മറയേ. അടിപൊളി 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 നല്ലൊരു കൈയടി. എനിക്ക് സൂരജ് ഇത് കണ്ടിട്ട് ഭാര്യ റിയാക്ഷൻസ് ഇവിടെ നോക്കി ഇവിടെ വെള്ള തുള്ളികൾ ഇങ്ങനെ കിടന്ന് ഓടുകയാണ്. ഈ ബക്കറ്റിൽ ഇപ്പൊ പകുതി വെള്ളം ഞാൻ നിറച്ചതാ. എന്താ പറ്റിയേ? എനിക്ക് സെന്റ് ആയിപ്പോയി. ആ കുട്ടി എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് വിരഹത്തോടെ പാടുമ്പോ വൈകിപ്പോയല്ലേ നീ? സൂരജ് വൈകിപ്പോയി. എന്റെ സ്വപ്നത്തിലെ പെൺകുട്ടിക്ക് ഇത്രയും തടി വേണമായിരുന്നു. ഈ വെയിൽ നമ്മൾ അടുത്ത് ലാസ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് മൂന്നാമത്തെ ആൾ ആൽഫി. ആൽഫി എവിടുന്നാണ്? ആൽഫി മറ്റേ ചന്ദ്രലേഖയിലെ ആൽഫി ഓർമ്മയുണ്ടോ? ആൽഫി അല്ല, അത് ആൽബി, ഇത് ആൽഫി. ആൽഫിയെ കണ്ടിട്ടേ ഞാൻ എവിടെയൊക്കെയോ കണ്ട ഒരു മുഖം. നമ്മുടെ ബോയിങ്ങിൽ മുമ്പ് പങ്കെടുത്ത ഒരാളുടെ ഫേസ് കട്ടുണ്ട്. സുധി തമ്പിയുടെ ഫേസ് കണ്ടില്ലേ? സുധി തമ്പി, അത് മനസ്സിനെ മയക്കണ. മനസ്സിനെ മയക്കണ ജിന്ന് എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ ബോയിങ്ങിൽ പങ്കെടുത്ത അതേ സീറ്റിലായിരുന്നു ആ കുട്ടി. ആൽഫി എവിടുന്നാ വരുന്നേ? ട്രിവാൻഡ്രം. ശ്രീ പത്മനാഭന്റെ നാട്ടിൽ നിന്നാണ്, എന്റെ സ്ഥലത്ത് നിന്ന്. ഓക്കെ, ട്രിവാൻഡ്രം. എന്തുണ്ട് വിശേഷം ട്രിവാൻഡ്രത്ത്? ഞാൻ ആയുർവേദോ പഞ്ചകർമ്മം, ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവന്റ്സ് ചെയ്യും. ആയുർവേദ പഞ്ചകർമ്മം കഴിഞ്ഞ് നിർത്തിയിട്ട് ഇപ്പൊ ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നു. വർക്ക് കിട്ടുമ്പോ പോകും. വർക്ക് കിട്ടുമ്പോ പോകും. ഈ ആയുർവേദം ഉദ്ദേശിച്ചത് റോഡ് സൈഡിൽ മറ്റേ കഴുത്തിൽ നോക്കിയിട്ട് മൈലെണ്ണ ആ സംഭവമാണോ? ആയുർവേദല്ലേ, ഇത് മസാജിങ്. സൂരജിന്റെ തലയ്ക്ക് തളം വെക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും? നെല്ലിക്ക് ധാരാളമായി. നെല്ലിക്ക് ഇപ്പൊ വില കുറവാണല്ലേ? വില കുറവ്, പക്ഷേ ഇച്ചിരി ഏറെ വേണ്ടി എത്ര ദിവസം നമ്മൾ ചെയ്യണം? ഇച്ചിരി ഏറെ വേണ്ടി വരും. ധാര കോരുക എന്ന് പറഞ്ഞാൽ എന്താ? ധാര കോരു വെച്ചാൽ അത് എണ്ണത്തൊട്ടിയുടെ ഒരു ഇതാണ്. അത് നമ്മുടെ ബോഡിക്ക് ഫുൾ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ കോരിക്കഴിഞ്ഞാൽ ഭയങ്കര ഇത് നന്നായിരിക്കും. നമ്മളായിട്ട് അത്രയും റിസ്ക് ഇല്ല. ഇപ്പൊ മോട്ടറൊക്കെ ഉണ്ടല്ലോ, പൈപ്പ് തുറന്നാലും മതി. ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതാണോ ഈസി? ആയുർവേദം ചെയ്യുന്നത് മാനേജ്മെന്റ്. ശരീരം ഇളകിയുള്ള പണിയാണ് മറ്റുള്ളവർ തടവുക എന്ന് പറഞ്ഞാൽ, അല്ലേ? റിസ്ക് ആണ്. ഇതാവുമ്പോ ഇവന്റ് മാനേജ്മെന്റ്. പക്ഷെ എന്തായാലും ശരീരം ഇളകാൻ പോവുകയാണ്. ഓക്കെ, ടീം എ പരിചയപ്പെട്ടല്ലോ. ഓൾ ദ ബെസ്റ്റ്. ടീം എ പരിചയപ്പെട്ടു. ഇനി ടീം എയോട് കട്ടക്ക് നിൽക്കാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ടീം ബി എ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. ആദ്യം നമ്മൾ പരിചയപ്പെടുന്നു അനുജ. സ്വാഗതം. അനുജ എന്ത് ചെയ്യുന്നു? അനുജ ഞാനിപ്പോ ഡിഗ്രി പഠിച്ചോണ്ടിരിക്കുക. എന്ത് ഡിഗ്രിയാ പഠിക്കണേ? BA ഇസ്ലാമിക് ഹിസ്റ്ററി. BA ഇസ്ലാമിക് ഹിസ്റ്ററി. ഓക്കെ, എന്താണ് ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഇങ്ങനെ കാര്യമായിട്ട് പഠിക്കുന്നത്? പണ്ട് മുതലേ ഉള്ള പ്രവാചകന്മാരുടെ കാലം മുതലേ ഉള്ള കാര്യങ്ങളൊക്കെ എവിടെ പഠിക്കുന്നത്? കോളേജ്? യൂണിവേഴ്സിറ്റി കോളേജ് ട്രിവാൻഡ്രം. അപ്പൊ അവിടെയുള്ള കൂട്ടുകാർക്കൊക്കെ ഹായ് പറ. ഹായ് ചങ്ക്സ്. ഹായ് ചങ്ക്സ്. സോ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നുള്ള ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാൻ എന്താ കാര്യം? ഞാൻ ചൂസ് ചെയ്തൊന്നുമല്ല, അവിടെ അഡ്മിഷൻ കിട്ടി. പഠിക്കാൻ വേണ്ടിട്ട് കയറിയൊന്നുമല്ല, കോളേജ് അടിച്ചു പൊളിക്കാൻ. അതിന് മാത്രമേ ഇപ്പൊ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ എന്നിട്ട് പഠിച്ച പ്രവാചകന്മാരെ പറ്റിയൊക്കെ പഠിച്ച ക്ലാസ്സിൽ കയറുന്നു. ടീം ബിയിൽ നിന്ന് നമ്മൾ അനുജയെ പരിചയപ്പെട്ടു. ഇനി പരിചയപ്പെടാൻ പോകുന്ന ആള് പൃഥ്വിരാജിന് ശേഷം ആ പേര് ഞാൻ കേൾക്കുന്ന ഇപ്പോഴാണ്. ദാറ്റ് ഈസ് പൃഥ്വി. ആൺകുട്ടികൾക്ക് ഇടുന്ന പേരാണ് പൃഥ്വി. ആൺകുട്ടികൾക്കല്ല, പെൺകുട്ടികൾക്കല്ല. പൃഥ്വി മീൻസ് ഭൂമി, ഭൂമി മീൻസ് ദേവി. അതൊക്കെ എന്നാലും പൃഥ്വി എന്നുള്ള പേര് ഞാൻ വേറെ പെൺകുട്ടികൾക്കൊന്നും കേട്ടിട്ടില്ല. എനിക്കറിയാവുന്ന ഗേൾസ് ഒക്കെ ഉണ്ട്. പൃഥ്വി ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണണം. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അനിയനുണ്ട്, ശബരി. പൃഥ്വി എന്താ ചെയ്യുന്നേ? ഞാൻ CA പഠിക്കുകയാണ്. അപ്പൊ നിങ്ങളാണ് ഈ ടാക്സ് വെട്ടിപ്പൊക്കെ പഠിക്കുന്നത്. കണക്കുകൾ കറക്റ്റ് ആണോ? കുഴപ്പമില്ലാണ്ട് എന്റെ അക്കൗണ്ടിൽ കണക്കില്ലാതെ കുറെ കാശ് വന്നു. ഞാൻ എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? ഇത് കാണുന്നത് നിന്നെ ഇപ്പൊ പിടിക്കും. ഇവിടെ ചോദിച്ചതാ, എന്താ ചെയ്യാ? സ്വിസ് ബാങ്കിൽ കൊണ്ടിട്ടോ. നല്ല ഉപദേശമാണ്. എന്തുകൊണ്ടാണ് CA പഠിക്കാൻ താല്പര്യം? വന്ന് പെട്ടുപോയതാ. എല്ലാരും ഇങ്ങനെ വിഷനോടെ വന്ന ആരും ഇല്ല ഇവിടെ. എല്ലാ ആൾക്കാരും ഇങ്ങനെയാണല്ലോ പറയുന്നത്. ഞാൻ ആലോചിക്കുന്ന ഭാവിയിൽ നമുക്കൊരു ടാക്സിന്റെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോ ഇങ്ങനെയുള്ള ആൾക്കാരാണല്ലോ പോയി കാണുന്നതെന്നുള്ളതാണ്. സോ ടീം ബിയിൽ നിന്ന് മൂന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നു. ദാറ്റ് ഈസ് അജിഷ. അജിഷ വെൽക്കം. സ്വാഗതം. അജിഷ എവിടുന്നാ വരുന്നത്? പാലക്കാട്. എന്താ ചെയ്യണേ? കമ്പ്യൂട്ടർ TTC. അപ്പൊ ടീച്ചർ ആവാൻ പോകുന്ന ആളാണ്. ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് കഴിഞ്ഞിരിക്കുകയാണ് പഠിപ്പിക്കാൻ വേണ്ടിട്ട്, കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടിട്ടാണ്. എന്താ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കാൻ കാരണം? കുട്ടികളെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. അല്ലാണ്ട് ടീച്ചറായിട്ട് പിന്നെ കളക്ടറെയാണ് പഠിപ്പിക്കാൻ പോവാ. ഓക്കെ, ടീം എയും ടീം ബിയും നമ്മൾ പരിചയപ്പെട്ടു. സ്മാർട്ട് കുട്ടികളാണ്, അതിലും സ്മാർട്ട് ആയിട്ടുള്ള ഗെയിമാണ് ഇന്നും അതുപോലെ ഇവിടെ ഉള്ളത്. സോ മൂവിംഗ് ഓൺ ദ ഫസ്റ്റ് ഗെയിം, ദാറ്റ് ഈസ് സവാരി ഗിരിഗിരി. സവാരി ഗിരിഗിരിയില് നമ്മൾ ആദ്യം പരിചയപ്പെടേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരാണ് ഇവിടെയുള്ളത്. ദാറ്റ് ഈസ് ബാഹുബലി ബോയ്സ്.
നിങ്ങൾ കണ്ടിട്ടുണ്ട് ഗെയിം, എന്നാൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ കാണാം ഒരു കിക്കിംഗ് ഫ്ലോർ ആണ്, അവിടെ സ്റ്റെപ്പ് ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ബക്കറ്റ് വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് സൈഡ് ഒരു ബക്കറ്റ് ഉണ്ട്, 12 ബക്കറ്റ് വെള്ളം ഇവിടെ നിറച്ചിട്ടുണ്ട്. ടീം എ ആണ് ആദ്യം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അവർ പോകുന്ന സമയത്ത് 2 ബക്കറ്റ് വെള്ളമായിട്ട് പോകും. റൈറ്റ് സൈഡിലെ ബക്കറ്റ് എന്ന് പറയുന്നത് ടീം എയുടേതാണ്, ലെഫ്റ്റ് സൈഡിലെ ടീം ബിയുടേതാണ്. ബക്കറ്റുമായിട്ട് പോയിട്ട് വെള്ളം അതിൽ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഏറ്റവും കൂടുതൽ വെള്ളം ഫില്ല് ചെയ്യുന്നത് ഏത് ടീമാണോ അവർക്ക് കിട്ടും 300 പോയിന്റ്, ഓപ്പോസിറ്റ് ടീമിന് 0 പോയിന്റ്. ഓൾ ദ ബെസ്റ്റ് ടീം എ ആൻഡ് ടീം ബി. സവാരി ഗിരിഗിരി മത്സരത്തിൽ നമുക്ക് കയ്യടികളോടുകൂടെ തന്നെ സ്വാഗതം ചെയ്യാം. ടീം എ പ്ലീസ് കം. ബോയിലെ ആദ്യ ഗെയിം സവാരി ഗിരിയിൽ ടീം എയിൽ നിന്ന് മത്സരിക്കാൻ പോകുന്നു സൂര്യ. സൂര്യ ഓൾ ദ ബെസ്റ്റ്. സൂര്യക്ക് ഞാൻ തന്നെ എടുത്തു തരാം, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ട്. ഇത് ഇവിടെ തന്നെ വേറൊരു കാര്യം അറിയോ, പല സമയത്തും സ്വന്തം അവന്റെ ടീമിന് ഞാൻ ബക്കറ്റ് വെള്ളം തുറന്ന് നിറയ്ക്കാറുണ്ട്, ഇവൻ എടുത്തു തരുമ്പോൾ നമ്മളും നിറയ്ക്കാറുണ്ട്. അതൊരു ഐശ്വര്യമുള്ള കൈയായിട്ട് കരുതി നിറയ്ക്കുക. സൂര്യ ഓൾ ദ ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വലിയ പ്രതീക്ഷയോടെ ആദ്യമായിട്ട് സൂര്യനാളം തെളിയിച്ചു പോയത്. പക്ഷേ ഉദയസൂര്യനെ പോലെയാ പോയത്, അസ്തമയ സൂര്യനെ പോലെയാ തിരിച്ചു വന്നു. എന്താ എക്സ്പീരിയൻസ് പറയും, എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല. ചുമച്ചെന്റെ ഇടപാട് ഒന്നും പറയാം. ചുമക്കാ ചെയ്ത് അതിന്റെ ഇടയില് വെള്ളം കുടിച്ചോ? അതിന്റെ അടിയിൽ തെള്ളുവാ. അതിനെന്തിനാ ചുമക്കണേ? ഓക്കെ, രണ്ടാമത് പങ്കെടുക്കാൻ പോകുന്ന ടീം എയിൽ നിന്ന് ദീപ്തി. ദീപ്തി ഗുഡ് ലക്ക്. ദീപ്തിക്ക് ഞാൻ തന്നെ എടുത്തു തരാം. ദീപ്തി ഇത് ഇവിടെ കൊട്ടിക്കളഞ്ഞിട്ട് പോണം, ഇവിടെ തന്നെ കൊട്ടിക്കളഞ്ഞിട്ട് പോണം. ദീപ്തി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3 2 1 ഗോ. ദീപ്തി പറയൂ, ഇവിടുന്ന് ആക്ച്വലി 2 ബക്കറ്റ് ഇരുന്ന് കറക്റ്റ് ഒരു സ്ട്രാറ്റജിയിൽ പോവുകയായിരുന്നു, പക്ഷെ അവിടെ എവിടെ വെച്ച് പാളിപ്പോയി, എന്താ പറ്റിയേ? അത് ഞാൻ ഉദ്ദേശിച്ച പോലെ പോകാൻ പറ്റിയില്ല. എന്താണ് ബാഹുബലി തള്ളു തള്ളുന്നൊക്കെ കേട്ടിട്ടുള്ളൂ, പക്ഷെ ഇതായിരുന്നു ശരിക്കും തള്ളു. ഇവരാണ് ശരിക്കും തള്ളു. തിരിച്ചിട്ടാ വരവുണ്ടല്ലോ, എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന യുദ്ധം കഴിഞ്ഞിട്ട് ഭീമസേന വരുന്ന പോലെ ഉണ്ടായിരുന്നു. ടീം എയിൽ വരാൻ പോകുന്നു ആൽഫി. ആൽഫി ഗുഡ് ലക്ക്. ആൽഫിയുടെ ബീറ്റ് നടക്കും. പാവങ്ങളുടെ സണ്ണിയിലെ ഒരു കട്ടുണ്ട്. Your time starts now. 3 2 1 go.
ആൽഫി, ഈ പഞ്ചകർമ്മത്തിൽ ദേഹം ഇളക്കൽ എന്നൊരു പരിപാടി ഉണ്ട്. ഇത് എന്ത് ശരീരം ഇളക്കലാണ്? ഇത് ശരിക്കും ഒരു നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും അവരാണല്ലേ? ഇത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പഞ്ചകർമ്മം എന്ത് ചികിത്സയാണ് ചെയ്യുന്നത്? ശരിക്കും വന്നിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുത്ത് തിരുമണം. അത് നമുക്കാണോ ഈ അകത്തിരിക്കുന്നവർക്കാണോ? എനിക്ക് അല്ല, സത്യത്തില് ആവശ്യമില്ല, അവർ നന്നായിട്ട് പുഷുന്നുണ്ട്. സത്യത്തിൽ ഈ പഞ്ചകർമ്മം പഠിച്ചത് അവരാണോ നിങ്ങളാണോ? അവരാ. ഓക്കെ, സർട്ടിഫിക്കറ്റ് അല്ലാത്ത കോഴ്സ് അവർ പാസ്സായി. ഓക്കെ, ടീം എയിൽ നിന്ന് അഗൈൻ വരാൻ പോകുന്നു സൂര്യ. സൂര്യ, all the best. Your time starts now. 3, 2, 1, go. Team A നിന്ന് ദീപ്തി. ദീപ്തി, all the best. Your time starts now. 3, 2, 1, go. ആ കുട്ടി അത്ര വെള്ളം നിറച്ച് സന്തോഷമായി. നല്ലൊരു കൈയടി. ടീം എയിൽ നിന്ന് വരാൻ പോകുന്നു ആൽഫി. ആൽഫി, all the best. Your time starts now. 3, 2, 1, go. സവാരിഗിരി മത്സരം കഴിയുമ്പോൾ ടീം എക്ക് അവർക്ക് സാധിക്കാവുന്ന അത്രയും ക്വാണ്ടിറ്റി വെള്ളം അവർ ആ റൈറ്റ് സൈഡിലെ ബക്കറ്റിൽ നിറച്ചിരിക്കുകയാണ്. അതിൽ കൂടുതൽ നിറക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോടെ ടീം ബി അവിടെ കച്ചകെട്ടിയിരിക്കുകയാണ്. അതിന് മുന്നേ ടീം എക്ക് നിറയ്ക്കാൻ പറ്റുമല്ലോ. നമുക്ക് എന്തായാലും ഇപ്പൊ സന്തോഷം. മത്സരിക്കുന്നവരുടെ ആവേശം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സിൽ പൂത്തിരി കത്തിക്കുന്ന ഷോ ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. സൂരജ്, ബ്രേക്ക് പറയുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, കാണുന്ന പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് റിസൾട്ടിന് വേണ്ടി. റിസൾട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ? അതിന് മുമ്പ് ഞങ്ങളുടെ അംഗമുണ്ട്, വേറെ ലെവൽ അംഗമുണ്ട്. റെഡി അല്ലേ? ഞാൻ കുറെ ഊതി കാച്ചിട്ടുണ്ട്. എന്താവും നിങ്ങളുടെ കൂടെ മത്സരിച്ച് കഴിയുമ്പോഴാണ് റിസൾട്ട് ഇവിടെ പൊട്ടിക്കാൻ പോകുന്നത്. അതിന്റെ എല്ലാ പ്രതീക്ഷയായിട്ട് ടീം അതിലേക്ക് മേലെ നമ്മൾ കളിക്കില്ലേ? കളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉറക്കെ പറ. നന്നായി കളിക്കും. Okay. അപ്പോ ടീം ബിയിൽ നിന്ന് പോരാട്ടത്തിന് ആദ്യം ഇറങ്ങുന്നു അനുജ. അനുജ, ഗുഡ് ലക്ക്. അനുജ ജ്യേഷ്ഠനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കയറിക്കോ.
Okay, Anuja, good Your luck. time starts now. 3, 2, 1, go. പോട്ടെ പൊക്കി വിട്. അയ്യോ കളയല്ലേ, ഞാൻ പറഞ്ഞില്ലേ. Anuja, bucket എടുക്ക. Anuja, bucket എടുക്ക. ഇത് ഇങ്ങനൊന്നും അല്ലടാ. അനുജ തല തല്ലി ചിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ഈ തല തല്ലി ഇങ്ങനെ മറിയുമെന്ന് ഞാൻ കേട്ടിട്ടില്ല. എന്താ പറ്റി? അവിടെ എത്തിപ്പെന്ന് ഉറങ്ങിയ നീ? ഭയങ്കര ബീച്ചിൽ കുളിക്കാൻ പോയൊരു ഫീലായിരുന്നു. കുളിക്കാൻ വന്നായിരുന്നു. അപ്പൊ എൻജോയ് ചെയ്തല്ലേ ശരിക്കും അവിടെ? നന്നായിട്ട് വെള്ളത്തിൽ ഉരുളുന്നുണ്ട്. ഇനി ഇതിപ്പോ ഒരാള് പോയിട്ട് ഭൂമിയിൽ തലതല്ലി മരിച്ച സമയത്ത് ഞാൻ ഇനി വിടുന്നത് ഭൂമിയെ തന്നെയാണ്. പൃഥ്വിയെ വിടുകയാണ്. പൃഥ്വി എന്തെങ്കിലും ആക്ക്. പൃഥ്വി, ഗുഡ് ലക്ക്. പൃഥ്വിയിൽ വലിയ പ്രതീക്ഷയുണ്ട്. ഇതെന്താണ്? പൃഥ്വി, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. കളയല്ല, പൊക്കിപ്പിടി. അത് രണ്ടും കളഞ്ഞു. Go. Good. Go. സ്ലോ ആയിട്ട് ഇറങ്ങാം. ഭൂമി നിലം തൊടാതെ, ഭൂമിയിലും അല്ല ആകാശത്തും അല്ല. എന്ത് പറ്റിയേ? പിന്നെ പോയി പാതിയായപ്പോഴേ പിന്നെ കയ്യിൽ ബക്കറ്റും പോയി അത് സൈഡ് പോരഞ്ഞു. മൊത്തത്തിൽ ദാരിദ്ര്യമാണ് പ്രശ്നമാണ്. അടുത്ത ടീം ബി എന്ന് വരാൻ പോകുന്നത്. ടീം ബിയിൽ നിന്ന് എന്റെ അടുത്തൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അജിഷയാണ്. അജിഷ, നീയും ഇതുപോലെ തിരിച്ചു വരരുത്. അതിൽ നിറച്ചിട്ട് മാത്രം വരിക. അജിഷ, all the best. അജിഷ, your time starts now. 3, 2, 1, go. പോട്ടെ പൊക്കിപ്പിടി. നിറങ്ങിപ്പോ. കളയല്ല. പോട്ടെ. കിട്ടും. Very good. കളയരുത്. കളയരുത്. Good job. Very good job. അജിഷ, ഈ കൃഷ്ണനെ പണ്ട് കൃഷ്ണന്റെ അച്ഛൻ ഇങ്ങനെ തലയെ കൊണ്ടുപോയത് ഒരു വല്ല ഫീലാണ് എനിക്ക്. അമ്മയ്ക്ക് ഒരു പൊന്നും കൂടെ പാട്ട് ഇട്ട് തരണമായിരുന്നു. ഇത് എന്തായിരുന്നു? അവിടെ നിന്ന് ബക്കറ്റൊക്കെ തലയിൽ വെച്ച് അടിപൊളിയായിട്ട് പോയി. കുറച്ചേലും നിറക്കണ്ടേ? തലയെ പിടിച്ച എനിക്ക് ഇടയ്ക്ക് തോന്നി ഹനുമാൻ മലയും കൊണ്ട് പോകുന്നതാണ്. ഈ തലയിൽ വെള്ളം ചുമന്നിട്ട് പോകാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, തലയിൽ വെള്ളം ചുമന്നിട്ട് എത്തിയതാ. ഞാൻ അറിഞ്ഞില്ല അവിടെ എത്തിയ. എന്നെ ആരോ അങ്ങ് എത്തിച്ച്. ഓക്കെ, വെരി ഗുഡ്. ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ എനിക്ക് പിന്നിൽ പ്രവർത്തിച്ചു. അത് എന്റെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. വീണ്ടും ടീം ബിയിൽ നിന്ന് വരുന്നു അനുജ. എവിടെ? ഓക്കെ, ജ്യേഷ്ഠനാണ് പറയുന്നത്. അനുജ പോയിട്ട് വരണം. ഓക്കെ, ഇത് ബീച്ച് അല്ല, ബാഹുബലിയുടെ ഫ്ലോർ ആണ്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go. പൊക്കിപ്പിടി. അടിപൊളി. അത് സൂപ്പറായി. അത് ഏറ്റവും നല്ല, ഇന്നത്തെ ഏറ്റവും മികച്ച പെർഫോമൻസ് അതായിരുന്നു. ടീം ബിയിൽ നിന്ന് വരുന്നു പൃഥ്വി. ഗുഡ് ലക്ക്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1, go.
പോട്ടെ പോട്ടെ, അങ്ങനെ ചെരിഞ്ഞു പോ പോട്ടെ, കളയല്ല. സൂക്ഷിച്ചിറങ്ങ്. ഓക്കെ, അപ്പൊ ടീം ബിയിൽ നിന്ന് അഗൈൻ വരുന്നു അജിഷയാണ് ഈ മത്സരത്തിന്റെ അവസാനത്തെ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്ന കണ്ടസ്റ്റന്റ് അജിഷയാണ്. അജിഷ, you are the climax maker. Okay, അജിഷ, good luck. Your time starts now. 3, 2, 1, go. പൊക്കിപ്പിടി അജിഷ, എത്തിക്കണം. തല വെച്ചുകൊണ്ട് നോക്കിയോ. വെരി ഗുഡ്. അജിഷ, കളയരുത്. Go. വിട്ട് കളയരുത് അജിഷ. അജിഷ, പോയി, ദൈവമേ. മൂന്നുപേരും സവാരി മത്സരത്തിൽ ഗംഭീരമായിട്ട് മത്സരിച്ചു. അജിഷ, ഞാൻ പറഞ്ഞ പോലെ ക്ലൈമാക്സ് മേക്കർ തന്നെയായിരുന്നു. ഏറ്റവും എൻഡിൽ അവിടെ നിന്ന് നന്നായിട്ട് ട്രൈ ചെയ്തു. ടീം ബിക്ക് നല്ലൊരു കൈയടി കൊടുത്തേ. കടുകുമണിക്കാണ് പോയത്. ഹനുമാൻ മരുത്തോമലയും കൊണ്ടുപോയിട്ടേ അവിടെ എത്തിയപ്പോ ശ്രീരാമനെ കണ്ടപ്പോ വെള്ളത്തിട്ട പോലെ. റിസൾട്ട് പറയുന്നതിന് മുമ്പേ നിങ്ങളെ ഇരുത്തിയിട്ട് റിസൾട്ട് പറയാം. നിങ്ങൾക്ക് സീറ്റിലേക്ക് പോകാം. താങ്ക് യു. സൂരജേ, ഞാൻ എൻ്റെ ഈ ഷെയ്ഡർ ഒന്ന് മാറ്റി നോക്കട്ടെ. സാധാരണ നമ്മൾ എപ്പോഴും ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ പോകുന്ന അവിടെ പോയിട്ടാണ്. ആ ഷെയ്ഡർ മാറ്റിയപ്പോഴും ഞാൻ തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. ഞാൻ അതെടുത്ത് വെച്ചു. ഇനി ഈ ദുരന്തം കാണണ്ട. പ്രശ്നം തീർന്നല്ലോ. ഈ ദുരന്തം കാണണ്ട അതല്ലേ. ശരിക്കും ടീം എയും ടീം ബിയും വാശിയേറിയ മത്സരം തന്നെയായിരുന്നു. ഫൈനൽ ഇവിടുത്തെ ക്ലൈമാക്സ് വിജയിച്ചിരിക്കുന്ന ടീം എ ആണ്. കൺഗ്രാറ്റ്സ്. ടീം എക്ക് 300 പോയിന്റ് ലഭിക്കുന്നു, ടീം ബിക്ക് 0. എന്തായാലും സാധാരണ മത്സരത്തിൽ വിജയിക്കുമ്പോൾ ഏത് ടീമായാലും ആഘോഷത്തിന് ഒരു കുറവുമില്ല. അവിടെ ടീം എയിൽ ഒരു നല്ല അടിപൊളി ഡാൻസർ ഉണ്ട്. ദീപ്തിയാണ്. ദീപ്തിയുടെ ഒരു ഗംഭീര ഡാൻസ്. ദീപ്തി, എന്റെ ഈ കൊട്ടാരമുറ്റം നീ ഒരു നൃത്താങ്കണമാക്കി മാറ്റൂ. അയ്യോ, ഓക്കെ. എന്തായാലും ടീം എയിൽ വിജയിച്ച സന്തോഷം. ദീപ്തി പൊളിക്കാൻ പോവുകയാണ്. ദീപ്തിക്ക് വേണ്ടിയിട്ട് മ്യൂസിക്. മത്സരിക്കുന്നവരുടെ ഊർജം, കാണുന്നവരുടെ ആവേശം. ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. മത്സരത്തിന്റെ കുത്തൊഴുക്കിൽ ഇവിടെ ആരൊക്കെ വീഴും, ആരൊക്കെ വാഴും എന്നാണ് അറിയാൻ പോകുന്നത്. ആരൊക്കെ വീഴും വാഴും എന്നറിയുന്ന ആ മത്സരത്തിന്റെ പേരാണ് തലയണ മന്ത്രം. തലയണ മന്ത്രം കേട്ടിട്ടുണ്ടോ? എന്താണ് തലയണ മന്ത്രം? കല്യാണ മന്ത്രം ഭാര്യ ഭർത്താവിന് ഓതി കൊടുക്കുന്ന മന്ത്രം. ഇത് ആരെ പഠിപ്പിച്ചത്? അല്ല, നമ്മൾ സ്ഥിരമായിട്ട് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലയണ മന്ത്രം പറയാനുള്ള അപ്പൊ നമ്മളിങ്ങനെ അന്നത്തെ രാത്രിയിലൊന്നും തുടങ്ങില്ല. നമ്മള് ഫസ്റ്റ് നൈറ്റില് ഇവിടുത്തെ എന്താണ് തലയണ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു റോളിംഗ് ട്യൂബ് ആണ്. രണ്ട് സൈഡ് ബോർഡർ ലൈൻ കാണാം. അതുപോലെ രണ്ട് സൈഡ് പില്ലോ അടുക്കിയിരിക്കുന്നതാണ്. ടീം എയിൽ നിന്ന് ഒരാൾ പാർട്ടിസിപ്പേറ്റ് വരുന്നു, ടീം ബിയിൽ നിന്നും ഒരാൾ വരുന്നു. രണ്ടുപേരും പില്ലോ ആയിട്ട് പോവുക. അങ്ങനെ പോകുന്ന സമയത്ത് നടുവിൽ ഒരു റെഡ് മാർക്ക് കാണാം. ആ റെഡ് മാർക്ക് ആദ്യം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ക്രോസ് ചെയ്യുന്ന ആൾക്ക് 50 പോയിന്റ് കിട്ടും. ഓപ്പോസിറ്റ് ടീമിന്റെ പില്ലോ അടിച്ചിടുകയോ അയാളെ തള്ളി താഴിടുകയോ ചെയ്തു കഴിഞ്ഞാൽ 100 പോയിന്റ് കിട്ടും. ടോട്ടൽ 150 പോയിന്റ് നേടാൻ പറ്റുന്ന ഒരു റൗണ്ടാണിത്. ടീം എയിൽ നിന്ന് തലയണ മന്ത്രം ചൊല്ലാനായിട്ട് വരുന്നു സൂര്യ. ആൻഡ് ടീം ബിയിൽ നിന്ന് വരുന്നു അനുജ. ഓൾ ദി ബെസ്റ്റ്. Your time starts now. 3, 2, 1, go! Below,
ഈ വേഗത്തിൽ ഓടിപ്പോയി 2 ലൈനും ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് 50 പോയിന്റ് കിട്ടി. പക്ഷെ ഓപ്പോസിറ്റ് ടീം ആള് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഫൈറ്റ് ചെയ്ത് തലേനെ കളഞ്ഞു. എന്താ വന്നവനെ അടിച്ചിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോളിസി അല്ലേ? നമ്മുടെ കരയിൽ കയറി അവൻ അടിച്ചിടുക. എന്താ സൂര്യ പറയും? ഞങ്ങൾ അടി കൊടുക്കുന്നുണ്ട്. അടുത്ത ഞങ്ങള് പുലിയെ സിംഹത്തെ ഇറക്കും. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് ദ പവർ ഓഫ് കോമൺ മാൻ. ആരോട്ട് പറഞ്ഞില്ല. ഇതൊക്കെ ഉള്ളിലുണ്ടായിട്ടാണ് ആ റെഡ് മാർക്ക് ആദ്യം ക്രോസ് ചെയ്യാഞ്ഞത്. ടീമേക്ക് റെഡ് ലൈൻ ക്രോസ് ചെയ്തുകൊണ്ട് 50 പോയിന്റ് കിട്ടിയാണ്. ഓപ്പോസിറ്റ് ടീം ആള് ഓപ്പോസിറ്റ് ടീമിന്റെ തലേനെ അടിച്ച് താഴെ ഇട്ടുകൊണ്ട് ടീം ബി കിട്ടുന്ന 100 പോയിന്റ്സ് ആണ്. രണ്ടുപേർക്കും പോയിന്റ് കിട്ടി. ഇവർക്ക് ഭയങ്കര വാശി എന്നാ പറഞ്ഞത്. പക്ഷെ വാശി ടീം എക്കും ഒരു കുറവുമല്ല. ആ വാശിയോടെ ഞാൻ വിളിക്കുന്ന ഒരു ഭാഗത്ത് നിന്ന് ടീം എയിൽ നിന്ന് ദീപ്തി, ടീം എയിൽ നിന്ന് ദീപ്തി ഇറങ്ങുമ്പോൾ ടീം ബിയിൽ നിന്ന് ഞാൻ വിളിക്കുന്നു പൃഥ്വി. ഓൾ ദി ബെസ്റ്റ്. Okay, start now. 3, 2, 1, go. പെട്ടെന്ന് പൃഥ്വി വേണ്ട. പൃഥ്വിയുടെ തലയുടെ കളയുന്നത്, പൃഥ്വി കളയുന്നത്. അവരുടെ തലയുടെ കളയണം. ഈ സമയത്ത് ദീപ്തിക്കോ. എന്താണ് അവിടെ സംഭവിച്ചത്? ദീപ്തി പറയൂ. ഞാൻ ശരിക്കും ഇടയ്ക്ക് ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ ജയിക്കണം എന്നൊരു വാശിയുള്ള കാരണം അങ്ങ് തകർത്തു. ടീമിലെ ടീം എയും ടീം ബി രണ്ടുപേരും ആ ലൈൻ ക്രോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് 50 പോയിന്റ് ആർക്കും കിട്ടിയിട്ടില്ല. പക്ഷെ ടീം എ ടീം ബിയുടെ തലയുടെ നിഷ്കരണം തള്ളിത്തെറിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് 100 പോയിന്റ് കിട്ടുന്നു. ഗുഡ് ജോബ്. എന്തായാലും 100 പോയിന്റ് ടീം എക്ക് ഇട്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് ആ പ്രഹരമേറ്റ ഒരു ക്ഷീണമുണ്ട്. എന്തായാലും ഇനിയാണ് ആ സ്നേഹം കാണിക്കേണ്ട. ഒരു മ്യൂസിക് തരാം. മ്യൂസിക് പ്ലീസ്. കറന്റ് പൊസിഷൻ മാർക്കിൽ ടീം എ 150 നേടിയിരിക്കുകയാണ്. നിങ്ങളുടെ കറന്റ് പൊസിഷൻ 100. ഓക്കെ. ഇനി എന്തെങ്കിലും പൊസിഷൻ മാറോ? മാറ്റുമോ? ഇവിടെ മാറ്റുമല്ലോ. മാറ്റും. നമ്മള് മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ. അത് മാറ്റത്തിനാണെന്ന് പറയിക്കരുത്. ഇവിടെ നമ്മൾക്ക് ഇവിടെ മാറ്റണം. ടീം എ ആ മാറ്റത്തിന് വേണ്ടി വരികയാണ്. ആൽഫി ആൻഡ് ടീം ബിയിൽ നിന്ന് അജിഷ. ആൽഫി, ആജിഷ, your time. വിചാരിച്ചിട്ട് ചുമ്മാ പറയാൻ സെന്റിമെന്റ്സ് വേണ്ടെന്ന്. എന്തോന്നും അടിയായിരുന്നു. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറ്റിയേ? മനസ്സിലായില്ല. ഒരു ഹിപ്പപ്പൊട്ടാമസ് വന്ന് ഇടിച്ച് പൊളിച്ചിട്ട് പോയി. അത്ര ടീമെ ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു. മാത്രമല്ല ഓപ്പോസിറ്റ് ടീമിന്റെ ആളുടെ തലേനെ പോയി, ആളും വെള്ളത്തിൽ പോയി. അതുകൊണ്ട് ടീം ഏക്കിട്ടിരുന്ന 150 പോയിന്റ് ആണ്. ശോകമായി പോയി. തലേണ മന്ത്രം മത്സരം അവസാനിക്കുമ്പോൾ ടീം എ ടോട്ടൽ നേടിയിരിക്കുന്നത് 300 പോയിന്റ്സ് ആണ്. ടീം ബി ജസ്റ്റ് 100 പോയിന്റ്സ്. സൂരജ്, നീ എന്തായാലും തളർന്നു നിൽക്കുകയാണ്. നിനക്കായിട്ടൊരു ഷോഗാനം വെക്കാം നമുക്ക്. ഷോഗാനം വെച്ച് നിന്റെ This is Boing Boy. Have a short break.
അടാറ് പിള്ളേരുടെ അടാറ് ഗെയിമുകൾ കൊണ്ട് കിടിലനാകുന്ന വേദി. ദാറ്റ് ഈസ് ബോയിങ്. വെൽക്കം ബാക്ക് ടു ദ ഷോ. അടാറ് പിള്ളേർ വന്നു കിടിലം വേദി. അടാറ് ഗെയിം വരണ്ടേ? ആ അടാറ് ഗെയിമിന്റെ പേരാണ് താമരശ്ശേരി ചുരം. ടീം എക്കും ടീം ബിക്കും നിങ്ങളുടെ പൊസിഷനിലേക്ക് പോവാം. ഓൾ ദ ബെസ്റ്റ്. താമരശ്ശേരി ചുരം കയറാനുള്ള സമയമാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. 3, 2, 1 go. ചാടിപ്പിടി. Good job. Deepti go. Good job. Last 30 seconds. Team A go last 20 seconds. Last 10 seconds. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Time out. Time out. നിങ്ങൾക്ക് ഇനി കയറാൻ ആഗ്രഹമുണ്ടോ?
സൈഡിൽ പിടിച്ചിട്ട് കയറാൻ പോകാൻ പറ്റില്ല. ഇനി താമരശ്ശേരി ചുരം ഇറങ്ങാനുള്ള സമയമാണ് മക്കളെ. പ്ലീസ് കം. ആവേശം നിറഞ്ഞ മത്സരത്തിന്റെ ആർപ്പുവിളികളും ആരാമങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇവരുടെ അനുഭവങ്ങൾ ചോദിക്കണ്ടേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ അമ്യൂസ്മെന്റ് പാർക്കിലെ ഗെയിംസ് എല്ലാം ഇഷ്ടപ്പെട്ടോ? സൂപ്പർ ആയിരുന്നു, സൂപ്പർ ആയിരുന്നു, വെരി ഗുഡ്. ഞാൻ ഇനിയിപ്പോ ഇവിടെ ഒരു ശോകഗാനത്തിലേക്ക് പോവാണ്. ഇവിടെ എന്താ സംഭവം? അവർക്ക് ആക്ച്വലി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം കൂടെ പറയട്ടെ. അവർക്ക് നിന്നെ കണ്ടിട്ട് ഇപ്പൊ പേടിയാണ്. ഞാനൊന്നും മിണ്ടണില്ലേ? തോറ്റ് ജയിക്കുന്നവരാ ചേട്ടാ. വീട്ടിൽ പോയിട്ട് ജയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മാർക്ക് അറിയണ്ടേ കുട്ടികളെ? ready അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ മാർക്ക് അറിയാൻ താല്പര്യമുണ്ടോ? നല്ല താല്പര്യം. എനിക്ക് മാർക്ക് പറയാൻ വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പിന്നെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. പറയോളിയാ. അതായത് ആദ്യത്തെ റൗണ്ട് സവാരി ഗിരിഗിരി നടന്ന സമയത്ത് എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ കടുക് മണിക്ക് ഇവര് കളഞ്ഞു. ഇവര് വലിയൊരു നേട്ടം നേടി 300 പോയിന്റ്സ്. വെരി ഗുഡ്, സൂപ്പർ. ടീം എ 300 പോയിന്റ് ആൻഡ് ടീം ബി 0 പോയിന്റ്. റൗണ്ട് 2 തലയണ മന്ത്രം വന്നപ്പോൾ ടീം എ 300 അഗൈൻ. ടീം ബി അവിടെ ഒരു 100 പോയിന്റ് എങ്ങനെയോ പിടിച്ചു. റൗണ്ട് 3 വന്നപ്പോ അതായത് താമരശ്ശേരി ചുരം വന്നപ്പോ ടീം എ 200 പോയിന്റ് ആൻഡ് ടീം ബി വലിയൊരു മുട്ട. ടോട്ടൽ നോക്കുമ്പോ ടീം എ 800 പോയിന്റ്സ്. അതിന്റെ ഓളിയം കുറഞ്ഞു, നല്ല ഉഷാറായിട്ട് പറ. ടീം എ 800 പോയിന്റ്സ്. ടീം ബി ജസ്റ്റ് 100 പോയിന്റ്സ്. 700 പോയിന്റിന്റെ വ്യത്യാസത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഒരു ടീം എന്നോട്. സൂരജിന്റെ ടീം ആദ്യമാണ് 100 പോയിന്റ് നേടുന്നത്. അതെന്തായാലും അവൻ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. ടീം എ വിന്നിംഗ് ടീം. നിങ്ങൾക്ക് കിട്ടുന്നത് 4 വിഷ് മാട്രസ് സ്പോൺസർ ചെയ്യുന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ടീം എ വിന്നേഴ്സിനുള്ള പ്രൈസ് നേടിയപ്പോൾ ടീം ബി വിഷമിക്കേണ്ട, ചെറിയൊരു സമ്മാനം നിങ്ങൾക്ക് എന്തായാലും വലിയ സമ്മാനം തന്നെ നേടും. ഓർബിസ് ക്രിയേറ്റീവ്സ് നൽകുന്ന ഒരു കസ്റ്റമൈസ്ഡ് ഗിഫ്റ്റ് ആണ് സമ്മാനമായിട്ട് ലഭിക്കുന്നത്. സമ്മാനം കൊടുത്തു, ആഘോഷം കഴിഞ്ഞു, ആർപ്പുവിളികളും കഴിഞ്ഞു, എല്ലാത്തിനും അവസാനമാണ്. ഇന്നത്തേക്ക് ഞങ്ങളുടെ ബോയിന്റെ ഈ അമ്യൂസ്മെന്റ് പാർക്ക് ഷട്ട് ഡൗൺ ചെയ്യാനുള്ള സമയമാണ്. പക്ഷേ നാളെ ഇതിലും ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുമായി ഞങ്ങൾ തുറക്കുന്നതാണ്. അതുവരേക്കും ദിസ് ഇസ് ബോയിങ് ബോയ്, ഇറ്റ്സ് മീ ദീപൻ സൈനിങ് ഓഫ് ആൻഡ് സൂരജ്. ബൈ ബൈ, ഗുഡ് നൈറ്റ്.